ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ കാർ ഉടമ ഷാമിൽ ഖാനെതിരെ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ്. റെന്റ് കാർ ലൈസൻസും പെർമിറ്റും ഇല്ലാതെ നിയമവിരുദ്ധമായാണ് വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയത് എന്നാണ് കണ്ടെത്തൽ. ഷാമിൽ ഖാന്റെ മൊഴി രേഖപ്പെടുത്തിയ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ഉടൻ കോടതിക്ക് റിപ്പോർട്ട് കൈമാറും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുൻപാകെ മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ അപകടത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വാഹനത്തിന്റെ കാലപ്പഴക്കമാണ്. ആന്റി ബ്രേക്കിംഗ് ലോക്ക് സിസ്റ്റം ഇല്ലാത്ത വാഹനമായതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്തതിനു ശേഷവും കാർ ഇത്രയുമധികം റോഡിൽ നിന്ന് എതിർദിശയിലേക്ക് തെന്നിമാറാൻ കാരണം. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപിൽ വാഹനത്തിന്റെ രേഖകളുമായി ഉടമ ഷാമിൽ ഖാൻ ഹാജരായി. വാടകയ്ക്കല്ല, മരിച്ചവരിൽ ഒരു വിദ്യാർത്ഥിയുമായുള്ള സൗഹൃദത്തെ തുടർന്നാണ് വാഹനം നൽകിയതെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കാർ ഉടമ. എൻ്റെ സുഹൃത്ത് കൊണ്ടുപോയി ഇതുപോലെ ആക്സിഡൻറ്റിൽ പറ്റി അത്യാവശ്യം സിനിമയ്ക്ക് പോകാനായിട്ട് കൊണ്ടുപോയതാണ്. രാത്രി തന്നെ വണ്ടി എത്തിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. എന്നാൽ ഇയാൾ നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന ആളാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി കൂടുതൽ തെളിവ് ശേഖരണം നടത്തും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കും. കുട്ടികളുടെ ലൈസൻസ് പോലും ഇയാൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഫോണിൽ ലൈസൻസിൻ്റെ കോപ്പി കാണിച്ചു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് മനസ്സിലായത്. കാരണം മരിച്ചുപോയൊരു കുട്ടിയുടെ ഫോണിൽ അയാളുടെ ലൈസൻസാണ്. അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ആളുടെ ഫോണിൽ അയാളുടെ ലൈസൻസ് കണ്ടു എന്നാണ് ഈ വാഹന ഉടമ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും പരിശോധിച്ചതിൽ നിന്ന് KSRTC ഡ്രൈവറിന്റെ ഭാഗത്ത് കുറ്റമില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഡ്രൈവറെ പ്രതി ചേർത്തിട്ടുണ്ട്. അതേസമയം വാഹനമോടിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരി ശങ്കറിന്റെ ലൈസൻസ് റദ്ദാക്കും. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മെഡിക്കൽ വിദ്യാർത്ഥി ആൽവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിൽ കഴിയുന്ന മറ്റ് 4 വിദ്യാർത്ഥികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. 24 ആലപ്പുഴ.